Hello, hi everyone, welcome to CodeLingua. So in today's video, we will be discussing about എങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആൻഡ് Node.js ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഇൻസ്റ്റാളേഷനാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ Node.js ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. കാരണം Node.js എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാനായിട്ടുള്ള ഒരു ക്രോസ് പ്ലാറ്റ്ഫോമാണ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ സോഴ്സ്. അപ്പോൾ എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രൗസറിലോട്ട് പോവാം. ബ്രൗസറിൽ പോയതിന് ശേഷം Node.js ഡൗൺലോഡ് എന്ന് കൊടുക്കുമ്പോൾ നമുക്കിവിടെ Node.jsൻ്റെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് പോകാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് OS അവൈലബിൾ ആണല്ലോ ഇവിടെ, വിൻഡോസ്, ലിനക്സ്, മാക് എന്ന് പറയുന്നത്. കറൻ്റ്ലി ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വിൻഡോസിലാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. കറൻ്റ്ലി നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാളറാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ബട്ടൺ ചൂസ് ചെയ്യുക. നമ്മളിവിടെ ലൈസൻസ് എഗ്രിമെൻറ്റ് ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് പറ്റുക. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ആ ഒരു ഫോൾഡർ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ C പ്രോഗ്രാമിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഫോൾഡർ ഇവിടെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. കറൻ്റ്ലി ഞാൻ C ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ക്ലിക്ക് ദി ഐക്കൺ ഇൻ ദി ട്രീ ബിലോ ടു ചേഞ്ച് ദ വേ ഫീച്ചർ വിൽ ബി ഇൻസ്റ്റാൾഡ്. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാനൊരു ചേഞ്ചസും വരുത്തുന്നില്ല. നെക്സ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇത് എനേബിൾ ചെയ്യണമെന്നില്ല. നെക്സ്റ്റ് ബട്ടൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളുടെ വിൻഡോസിൽ നമ്മൾ ഒരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതാണ്. ഇനി ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി അതല്ല, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യണം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു Node.js നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കമാൻഡ് പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോന്നില്ല. അപ്പോൾ Node_version എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻസ്റ്റാളേഷൻ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. കറൻ്റ്ലി നമ്മളിവിടെ നോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നോഡിൻ്റെ വേർഷൻ ഇവിടെ വിസിബിൾ ആണ്. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കാം. ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് വിൻഡോസിലാട്ടോ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡെബിയനിലാണെങ്കിലും, അതായത് ലിനക്സിലാണെങ്കിലും മാക്കിലാണെങ്കിലും എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ലിനക്സിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അതിനെക്കുറിച്ചിട്ടുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. വിൻഡോസിൽ ഇനി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കണ്ടോ, അപ്പോൾ കറൻ്റ്ലി നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇനി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. കറൻ്റ്ലി നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഫയലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ഫോൾഡറിലോട്ട് മൂവ് ചെയ്യാം. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം. സെറ്റപ്പ് അവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇനി എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എഗ്രിമെൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് എന്ന് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഐക്കൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്യുക. വീണ്ടും നെക്സ്റ്റിലോട്ട് പോവുക, ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പാക്കേജ് ഡൗൺലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഫിനിഷ് ബട്ടൺ കൊടുക്കുക. ഫിനിഷ് കൊടുത്തതിന് ശേഷം നമുക്ക് കറൻ്റ്ലി നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നില്ല നോക്കാം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. കാരണം ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽസ് അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ട്യൂട്ടോറിയൽ ഫോൾഡർ നെയിം ഇവിടെ കൊടുക്കാം. നമ്മുടെ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ വേണം ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ first.js എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫയൽ നെയിം കൊടുക്കും. ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് JS എക്സ്റ്റൻഷൻ ആണ് വരിക. അപ്പോൾ അവിടെ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി നമ്മളൊരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു റൺ ബട്ടൺ കാണും അല്ലേ, പക്ഷെ ഇവിടെ റൺ ബട്ടൺ കാണാനില്ല. അപ്പോൾ നമുക്ക് റൺ ബട്ടണിനെ ഇൻസ്റ്റാൾ ചെയ്യണം. റൺ ബട്ടണിനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻസിലോട്ട് പോവാം. എക്സ്റ്റൻഷൻസിൽ പോയിട്ട് കോഡ് റണ്ണർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റൻഷനെ ആ ഒരു പ്ലേ ബട്ടൺ ഉണ്ടല്ലോ, റൺ ചെയ്യുന്ന ബട്ടൺ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പോവാം. ഇവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ പറ്റും കറൻ്റ്ലി ഇവിടെ ആ ഒരു പ്ലേ ബട്ടൺ വന്നിട്ടുണ്ട്. ഓക്കെ, കറൻ്റ്ലി നമ്മൾ ഈ ഫയലിനൊന്നും കൊടുക്കാത്തത് കൊണ്ട് കണ്ട ഔട്ട്പുട്ടിലോട്ടാണ് ഇത് നേരെ പോകുന്നത്. ഇവിടെയും നോഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും.
അപ്പോൾ നോഡ് -, വേർഷൻ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും നമ്മുടെ ആ ഒരു വേർഷൻ. ഇനി അതല്ല, ഞാനിവിടെ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്നുള്ളതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ യൂഷ്വലി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക console.log എന്നാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. എപ്പോഴത്തെയും പോലെ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് വരുന്ന ഹലോ വേൾഡിനെ പ്രിൻറ്റ് ചെയ്യാം. ഇനി ഞാനിവിടെ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫയൽ റൺ ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഫയൽ സേവ് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ Ctrl+C യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്തതിന് ശേഷം ഫയൽ റൺ ചെയ്യുക. ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് ഹലോ വേൾഡ് എന്നുള്ളത്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Node.js ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റിനെ റൺ ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.